ഗവർണർക്കെതിരെ വീണ്ടും അതിക്രമം കാട്ടി ഇടത് സംഘടനകൾ രണ്ടിടങ്ങളിൽ. കണ്ണൂർ മട്ടന്നൂരിൽ വാഹനത്തിന് നേരെ SFI പ്രവർത്തകർ പാഞ്ഞെടുത്തിരുന്നു. അതിനെ തുടർന്ന് ഗവർണർ റോഡിലിറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇനി തിരുവനന്തപുരത്ത് തലസ്ഥാനത്തേക്ക് അദ്ദേഹം മടങ്ങിയെത്തിയപ്പോൾ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരായിരുന്നു ഗവർണർക്ക് നേരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്തായാലും പ്രവർത്തകരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. തനിക്ക് നേരെ ഉണ്ടാകുന്നത് SFI PFI സംയുക്ത പ്രതിഷേധമാണെന്നാണ് ഗവർണർ ഇന്നും ആവർത്തിച്ചത്. പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും SFIക്കാരെ മുഖ്യമന്ത്രി ബലിയാടാക്കുകയാണെന്നും ഗവർണർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അർജുൻ PS, ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസ് എന്നിവർ ചേരുകയാണ്. ആദ്യം അർജുനിലേക്ക്. അർജുൻ, കണ്ണൂർ മട്ടന്നൂരിൽ നിലമേൽ എന്താണോ സംഭവിച്ചത് അതിന്റെ തനി ആവർത്തനം? ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് വയനാട്ടിൽ മരിച്ച വീട്ടിൽ, അതായത് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ആളുടെ ബന്ധുക്കാരെ കണ്ടതിന് ശേഷം തിരിച്ച് വരുന്നതിനിടയിലാണ് ഗവർണറെ മട്ടന്നൂരിൽ വെച്ച് ഈ ഇത്തരത്തിലുള്ള SFI ഗുണ്ടകൾ പ്രതിരോധിച്ചതും അതുപോലെ തന്നെ SFIക്കാർ കരിങ്കൊടി കാണിച്ചതും. ഇതിനെ തുടർന്ന് പ്രതിഷേധം വീണ്ടും കനക്കുകയും പിന്നീട് ഈ ഗവർണറുടെ വാഹനത്തിന്റെ അടുത്തേക്ക് വരെ ഈ പ്രശ്നം എത്തുകയും ചെയ്തു. അതായത് ഈ പ്രതിഷേധം എത്തുകയും ചെയ്തു. തുടർന്നാണ് ഗവർണർ ഇത്തരത്തിൽ പ്രകോപിതനായി കാറിൽ നിന്ന് പുറത്തിറങ്ങി SFIക്കാരെ ഗുണ്ടകൾ എന്ന് തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ എവിടെ പ്രതിഷേധം ഉണ്ടാക്കിയാലും അവിടെ താൻ എത്തുമെന്നുള്ള ആക്രോശത്തോടെ ഗവർണർ പുറത്തേക്ക് ഇറങ്ങിയത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഭരണഘടനാ പദവിയിലുള്ള ഒരു വ്യക്തിയെ ഇത്തരത്തിൽ റോഡിൽ തടഞ്ഞു നിർത്തുക, മാത്രമല്ല അദ്ദേഹത്തിന്റെ കാറ് തല്ലി തകർക്കാൻ നോക്കുക തുടങ്ങിയ ക്രിമിനൽ കുറ്റങ്ങളാണ് ഇത്തരത്തിൽ SFIക്കാരുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ഉണ്ടാകുന്നത്. അത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. മാത്രമല്ല കഴിഞ്ഞ ദിവസം രാത്രിയും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് വയനാട്ടിലേക്ക് പോകുന്നതിന് മധ്യേ ഇത്തരത്തിൽ മട്ടന്നൂരിൽ വെച്ച് കഴിഞ്ഞ ദിവസം രാത്രിയും ഇത്തരത്തിൽ ഇദ്ദേഹത്തെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഇരിട്ടിയിലെത്തിയപ്പോൾ അവിടെ വെച്ച് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ തടഞ്ഞതിന് ശേഷം SFIക്കാർ തടഞ്ഞതിന് ശേഷം പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് DYFI പ്രവർത്തകർ എത്തുകയും ഈ SFI പ്രവർത്തകരെ ബലമായി പോലീസ് ജീപ്പിൽ നിന്നും പിടിച്ചുകൊണ്ട് മോചിപ്പിക്കുന്ന ഒരു രംഗവും അവിടെ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഒരു കേസും ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്ചര്യം. ഇന്നും അത്തരത്തിലുള്ള ഒരു സംഭവം, നാടക രംഗങ്ങളാണ് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. അതായത് മട്ടന്നൂർ എത്തുന്നു, അതായത് ഇത്തരത്തിലൊരു സ്ഥലത്തു നിന്നും വയനാട്ടിൽ നിന്നും എത്തുന്ന ഗവർണർ, അതായത് വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് തിരിച്ചു വരുന്ന ഗവർണറെയാണ് ഇത്തരത്തിൽ SFIയുടെ ഗുണ്ടകൾ ഇത്തരത്തിൽ കണ്ണിച്ചോരയില്ലാത്ത വിധം തടഞ്ഞു നിർത്തുകയും പിന്നീട് അദ്ദേഹത്തോട് വലിയ രീതിയിൽ കയർക്കുകയും ചെയ്തത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ വാഹനത്തോടെ അടുത്ത് വരികയും ചെയ്തിരുന്നു. തുടർന്നാണ് ഗവർണർ വാഹനം നിർത്തുകയും വാഹനം തടസ്സപ്പെടുകയും പിന്നീട് ഗവർണർ പുറത്തിറങ്ങുകയും ചെയ്തിരുന്നത്. പിന്നീട് ഗവർണർ പുറത്തിറങ്ങി SFIക്കാരെ നേരിടുകയാണ് ഉണ്ടായത്. അതായത് തെരുവിലേക്ക് ഇറങ്ങുകയും നേരത്തെ തന്നെ ഉണ്ടായിരുന്നത് പോലെ തന്നെ താൻ തിരിച്ചു പോകാൻ തയ്യാറല്ല, ഭീരുവല്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും SFIക്കാരെ ഗുണ്ടകളെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ എവിടെ പ്രതിഷേധിച്ചാലും അത്തരത്തിലുള്ള പ്രതിഷേധം തനിക്ക് ഏൽക്കുകയില്ല എന്നുള്ളത് കൂടി അദ്ദേഹം പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഗവർണർ പോകുന്നു. വൈകാരികമായിട്ടുള്ള ഒരു സംഭവമാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കുടുംബത്തോട് സംസാരിക്കുവാൻ അദ്ദേഹം പോകുന്നു. അതൊന്നും കണക്കിലെടുക്കാതെയാണ് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഗവർണർക്കെതിരെ SFIക്കാർ വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളിക്കുകയും പിന്നീട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇരുമ്പുകയും ചെയ്തത്. എന്നാൽ ആ അറസ്റ്റിലായവരെ DYFIക്കാർ വന്ന്, അതായത് ഇവരുടെ ചേട്ടന്മാർ വന്ന് ഇറക്കിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. എന്നിട്ടും അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടും പിന്നീട് കേസെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ അപമാനകരം. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസ് വിജിലന്റ് ആയിട്ടില്ല എന്നുള്ള ഒരു ചോദ്യം കൂടെ ഇവിടെ ഉയരുന്നുണ്ട്. അതായത് ഗവർണറുടെ വരുന്ന പാത എന്തുകൊണ്ട് ക്ലിയർ ചെയ്തില്ല? കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഗവർണറെ സംരക്ഷിക്കാനുള്ള മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ചുമതലകൾ പോലീസ് വഹിച്ചില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു ചോദ്യം കൂടെ ഇവിടെ ഉയരുന്നുണ്ട്. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് അദ്ദേഹം മടങ്ങിയെത്തവേ തലസ്ഥാനത്തും സമാനമായ ഇടത് പ്രതിഷേധം, അതിക്രമം ഗവർണർക്ക് നേരെ ഉണ്ടായി. തിരുവനന്തപുരത്ത് എത്തിയ അദ്ദേഹത്തിന് നേരെ പ്രതിഷേധവുമായി എത്തിയത് മഹിളാ അസോസിയേഷൻ പ്രവർത്തകരാണ്. എന്തായാലും തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ SFIക്കുമെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കണ്ടതിന് ശേഷം തിരുവനന്തപുരത്തെ പ്രതിഷേധ വിവരങ്ങൾക്കായി ടിൻഡുവിലേക്ക് എത്താം.
PFI joint venture. I am again repeating, this is not only SFI. They have recruited the PFI volunteers, and if they want to do any violence, I am available. I am available. I have no problem. I am already 72. I am living on borrowed times. That on one hand, what kind of theater is going on? On one hand, Chief Minister and the CPM, they are organizing these protests. On the other hand, they are telling the police, and the policemen are standing under the sun for hours, continuously. Instructions are not to allow them to come near me. So he wants to save his own job because he knows if they touch me, what will be the consequences? ടിൻഡു ദാസ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ടിൻഡു, തലസ്ഥാനത്ത് പ്രതിഷേധമുണ്ടായി എന്ന് മഹിളാ അസോസിയേഷൻ വകുപ്പും രൂക്ഷമായ പ്രതികരണം തന്നെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത്. വിവരങ്ങൾ. ടിൻഡു, തലസ്ഥാനത്ത് ഇന്ന് അദ്ദേഹം മടങ്ങിയെത്തവേ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഗവർണർ മടങ്ങിയത് 5:50 തിരുവനന്തപുരം എയർപോർട്ടിൽ അദ്ദേഹം എത്തിയത്. അതിനുശേഷം അദ്ദേഹം രാജ്ഭവനിലേക്ക് തിരിച്ചവയായിരുന്നു. ദേശീയ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നത്. കരിങ്കൊടി പ്രതിഷേധമല്ലായിരുന്നു. ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ ചാടിക്കയറുകയായിരുന്നു. തുടർന്ന് ഗവർണർ കാറിൽ നിന്ന് ഇറങ്ങിയില്ല. തുടർന്ന് ഗവർണർ രാജ്ഭവനിലേക്ക് തന്നെയാണ് തിരികെ പോയത്. പക്ഷേ പോലീസ് മഹിളാ അസോസിയേഷൻ പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കവേ, അല്ലെങ്കിൽ പിടിച്ച് കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിക്കവേ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ കാറിൽ കയറാൻ കൂട്ടാക്കില്ല. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പങ്കുവച്ചതാണ്. ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. പല പ്രതിഷേധങ്ങളും ഉണ്ടാകുന്ന സമയത്ത് മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ മറ്റു പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെടുന്ന പ്രവർത്തകരെയൊക്കെ റോഡിൽ കൂടി വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന സ്ഥാനത്ത് ഇന്ന് മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകരെ വാഹനത്തിലേക്ക് കയറാൻ വേണ്ടി പോലീസ് കാല് പിടിക്കുന്ന ഒരു രംഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് പാളയത്ത് കണ്ടത്. അത്തരത്തിൽ പ്രവർത്തകർ പലതവണ കാറിൽ കയറാൻ കൂട്ടാക്കിയില്ല. പ്രവർത്തകർ പലതവണ തിരിച്ച് AKG സെന്ററിലൂടെ യൂത്ത് സെന്ററിന്റെ ഭാഗത്തേക്ക് നടന്നു പോയതും ഞങ്ങൾ പാർട്ടി നേതൃത്വത്തോട് അല്ലെങ്കിൽ മുതിർന്ന ആളുകളോട് സംസാരിച്ചതിന് ശേഷം പോലീസ് ജീപ്പിൽ കയറാമെന്നൊരു പിടിവാശിയിലായിരുന്നു. തുടർന്ന് ഞങ്ങൾ ഇത്തരത്തിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം ഉയർത്തിയ റോഡിലാണ്. റോഡിൽ നിന്ന് ആർക്കും പ്രതിഷേധിക്കുക എന്ന രീതിയിലുള്ള സംസാരമൊക്കെ ആ ഘട്ടങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അവസാന ഘട്ടം മാധ്യമങ്ങളുടെയൊക്കെ സാമീപ്യം ഉള്ളത് കൊണ്ടായിരിക്കണം പോലീസ് 3 പ്രവർത്തകരെ മാത്രം പിടിച്ചു മാറ്റി അല്ലെങ്കിൽ അത്തരത്തിൽ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു ദൃശ്യമാണ് കണ്ടത്. ഈ ഗവർണർക്കെതിരെ ഇത്തരത്തിൽ SFIയുടെ നേതൃത്വത്തിൽ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിലും മറ്റ് ഈ CPM തന്നെ ഘടകമായിട്ടുള്ള പ്രസ്ഥാനങ്ങളൊക്കെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും പ്രതിഷേധങ്ങൾ ആവർത്തിക്കുകയാണ് ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ. ആദ്യം SFI ആണെങ്കിൽ ഇന്ന് മഹിളാ അസോസിയേഷൻകാർ കൂടി ഗവർണർക്കെതിരെ രംഗത്തെത്തുന്ന കാഴ്ച തലസ്ഥാനത്ത് നമ്മൾ കാണുകയുണ്ടായി.